ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് അഥവാ വൃത്തങ്ങളിലെ 5ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 162 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. അതായത് ചുവടെ പറയുന്ന അളവുകളുള്ള ത്രികോണങ്ങൾ വരയ്ക്കണം. എന്നിട്ട് അവ ഓരോന്നിനും പരിവൃത്തം വരയ്ക്കണം. അതിലെ ഒന്നാമത്തെ ചോദ്യം, വശങ്ങളുടെ നീളം 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും അവയ്ക്കിടയിലെ കോണ് 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമുക്ക് ത്രികോണം വരയ്ക്കാൻ അറിയാം അല്ലെ? 2 വശങ്ങൾ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു വശം നമുക്ക് ആദ്യം എടുക്കാം. അപ്പൊ 4 സെന്റിമീറ്റർ തന്നെ ഞാൻ എടുക്കുകയാണ്. ഇതാണ് 4 സെന്റിമീറ്റർ. ഇനി നമുക്ക് 2 വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അവയ്ക്കിടയിലുള്ള കോൺ 60 ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരറ്റത്ത് 60 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് അവിടെ 5 സെന്റിമീറ്റർ എടുക്കാനായിട്ട്. അപ്പോൾ 60 ഡിഗ്രി നമുക്ക് കോമ്പസിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന അറിയാം. ഞാനിവിടെ ഈ അറ്റത്താണ് 60 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം. കോമ്പസിൽ എന്നിട്ട് ആർക്ക് വരയ്ക്കുക. കോമ്പസിന്റെ അളവ് മാറ്റാതെ ഇതാണ് 60 ഡിഗ്രി. ഈ 60 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് 5 സെന്റിമീറ്റർ അടുത്ത അളവ് എടുക്കണം. അപ്പോൾ ഇതാണല്ലോ 60 ഡിഗ്രി. അവയ്ക്കിടയിലുള്ള കോണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 ഇവിടെ വന്നാൽ ഇവിടെ 5 എടുക്കണം. നമുക്ക് സ്കെയിലിൽ അളന്നാൽ മതി. 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. അഞ്ച് സെന്റിമീറ്റർ എടുത്തു. ഇനി ഈ പോയിന്റും ഇതും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി, ത്രികോണം പൂർത്തിയാക്കാം. അപ്പോൾ ത്രികോണം പൂർത്തിയാക്കി ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ് ABC. അപ്പോൾ ഞാൻ ആദ്യം എന്താണ് ചെയ്തത്? BC 4 സെന്റിമീറ്റർ വരച്ചു. അത് കഴിഞ്ഞിട്ട് അറ്റ് B കൺസ്ട്രക്ട് 60 ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് BA 5 സെന്റിമീറ്റർ എടുത്തു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് BC ഈക്വൽ ടു 4 സെന്റിമീറ്റർ. രണ്ടാമത്തെ സ്റ്റെപ്പ് അറ്റ് B ആംഗിൾ B ഈക്വൽ ടു 60 ഡിഗ്രി. മൂന്നാമത്തെ സ്റ്റെപ്പ് BA ഈക്വൽ ടു 5 സെന്റിമീറ്റർ. നാലാമത്തെ സ്റ്റെപ്പ് ജോയിൻ A ആൻഡ് C. ഇപ്പോൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയാലും ത്രികോണം പൂർത്തിയായാലും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കും. ഏതെങ്കിലും 2 വശങ്ങളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക, ലംബ സമഭാജി വരയ്ക്കുക. ഞാൻ ആദ്യം ഇവിടെ BCയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരയ്ക്കുന്നത്. അതായത് പകുതി കൂടുതൽ എടുക്കുക. പകുതി കൂടുതൽ എടുത്തിട്ട് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കണം. എന്നിട്ട് കോമ്പസിന്റെ അളവ് മാറ്റാതെ സിയിൽ കുത്തിയും ആർക്ക് വരയ്ക്കുക. എന്നിട്ട് അത് ജോയിൻ ചെയ്യുക. അതേപോലെ അടുത്ത സൈഡിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അതായത് പകുതി കൂടുതൽ എടുക്കുക. ഞാൻ ABയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് അടുത്ത വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ പകുതി കൂടുതൽ എടുക്കുക. 2 സൈഡിലും ആർക്ക് വരയ്ക്കുക. കോമ്പസിന്റെ അളവ് മാറ്റാതെ Aയിൽ കുത്തിയും ആർക്ക് വരയ്ക്കുക. അത് ജോയിൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി കിട്ടും. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ ആയിട്ട് വരുന്നത്. പരിവൃത്തത്തിന്റെ അഥവാ സർക്കിളിന്റെ സെന്റർ ആയിട്ട് വരുന്നതാണ് ആ മീറ്റിംഗ് പോയിന്റ്. ആ മീറ്റിംഗ് പോയിന്റിൽ കോമ്പസിന്റെ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു വെർട്ടെക്സിലേക്ക്, നമുക്കറിയാം Aയും Bയും Cയും 3 വെർട്ടെക്സ് ഉണ്ട്, ഏതെങ്കിലും ഒരു വെർട്ടെക്സിലേക്കുള്ള അകലം എടുക്കുക. എന്നിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്ക് സർക്കിൾ അഥവാ പരിവൃത്തം കിട്ടും. ക്ലിയർ ആയല്ലോ?
അപ്പം നമുക്കിവിടെ സർക്കിൾ അഥവാ പരിവൃത്തം വരച്ചപ്പോൾ സെൻറ്റർ കിട്ടിയത് ഈ ത്രികോണത്തിൻ്റെ അകത്താണ്. സെൻറ്റർ കിട്ടിയത് ഈ ട്രയാങ്കിളിൻ്റെ അകത്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് 3 തരം ത്രികോണങ്ങളാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ചിത്രം മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്തത്? ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് എനി 2 sides. ഏതെങ്കിലും 2 വശങ്ങളുടെ ലംബ സമഭാജികൾ വരയ്ക്കുക. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? മീറ്റിംഗ് പോയിന്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. പരിവൃത്തത്തിന്റെ കേന്ദ്രമാണ് ഈ കൂട്ടിമുട്ടിയ പോയിന്റ്. ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് ചെയ്യാം. ഇവിടെ രണ്ടാമത്തെ പാർട്ട് ഇതാണ്. വശങ്ങൾ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആണ്. അവയ്ക്കിടയിലുള്ള കോൺ 120 ഡിഗ്രിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വശങ്ങൾ ഒരു വശം വരയ്ക്കാം. 4 സെന്റിമീറ്റർ ആണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. ഇനി 120 ഡിഗ്രി നമുക്ക് വരയ്ക്കണം. ഇതിന് BC എന്ന് പേര് കൊടുത്തു. 120 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ കോമ്പസിൽ ആദ്യം ഇഷ്ടമുള്ള അളവ് എടുത്തിട്ട് ആർക്ക് വരയ്ക്കുന്നു. അളവ് മാറ്റാതെ മെറ്റൽ ടിപ്പ് ജോയിൻ ചെയ്ത് ആ പോയിന്റിൽ വെച്ചിട്ട് ആദ്യത്തെ ആർക്ക് വരയ്ക്കുമ്പോൾ 60 ഡിഗ്രി വന്നു. ഇപ്പം വരച്ച പുതിയ ആർക്കയിൽ വെച്ചുകൊണ്ട് രണ്ടാമത് വരയ്ക്കുമ്പോൾ 120 ഡിഗ്രി വന്നു. ഇപ്പം ഈ ആംഗിളാണ് 120 ഡിഗ്രി. ഇനിയിപ്പോൾ വരച്ചതിൽ 5 സെൻറ്റിമീറ്റർ എടുക്കണം. ഇതാണ് 5 സെൻറ്റിമീറ്റർ. ഇനി അത് ജോയിൻ ചെയ്യുമ്പോൾ ആ പോയിന്റിന് എ എന്ന് പേര് കൊടുക്കാം. അത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എയും സിയും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ കംപ്ലീറ്റ് ആക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും 2 വശങ്ങളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരയ്ക്കണം. അതിനായിട്ട് ഞാൻ ഈ വശം എടുത്തു. ആദ്യം പകുതി കൂടുതൽ എടുക്കുക. മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. അളവ് വ്യത്യാസപ്പെടുത്താതെ സിയിൽ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് വീണ്ടും മാർക്ക് വരയ്ക്കുക. ജോയിൻ ചെയ്തു. ഇനി നമുക്ക് അടുത്ത സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. AB എടുക്കുന്നു. ABയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് Bയിൽ കുത്തി പകുതി കൂടുതൽ എടുത്ത് 2 ആർക്ക് വരയ്ക്കുന്നു. അളവ് മാറ്റാതെ എയിൽ മെറ്റൽ ടിപ്പ് വെച്ചുകൊണ്ടും ജോയിൻ ചെയ്യുക. ഈ ചുവന്ന കളറിലെ വരകളാണല്ലോ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അഥവാ ലംബ സമഭാജികൾ. അത് കൂട്ടിമുട്ടണം. കൂട്ടിമുട്ടുന്ന പോയിന്റാണ് നമ്മുടെ സെൻറ്ററായിട്ട് വരുന്നത്. ഈ ചുവന്ന കളറിലെ 2 ലൈൻസും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇത്. അത് സെൻറ്ററും റേഡിയസ് ഏതെങ്കിലും ഒരു വെർട്ടെക്സിലോട്ടുള്ള റേഡിയസും എടുത്താൽ മതി. അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ 3 പോയിന്റിൽ കൂടെയും കടന്നു പോകും. എ കൂടെയും ബി കൂടെയും സി കൂടെയും കടന്നു പോകും. അപ്പം നമുക്ക് സർക്കിൾ അഥവാ പരിവൃത്തം കിട്ടും. നമുക്കതൊന്ന് വരയ്ക്കാം. സെൻറ്റർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതെങ്കിലും ഒരു വെർട്ടെക്സിലോട്ടുള്ള ദൂരം എടുക്കുക. എന്നിട്ട് സർക്കിൾ വരയ്ക്കുക. കണ്ടോ? സർക്കിൾ കംപ്ലീറ്റ് ആക്കി. പരിവൃത്തം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇവിടെ വന്നത് എങ്ങനെയാണ്? ഞാനിവിടെ സ്റ്റെപ്പ് എഴുതുന്നില്ല, കാരണം നേരത്തെ എഴുതിയതാണല്ലോ. സെയിം സ്റ്റെപ്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ സെൻറ്റർ എവിടെ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സെൻറ്റർ ഈസ് ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ.
മറ്റേ കേസിൽ സെന്റർ ഈസ് ഇൻസൈഡ് ദ ട്രയാങ്കിൾ ആയിരുന്നു. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസിലും സെയിം വശങ്ങൾ തന്നെയാണ്, 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ. പക്ഷെ അവയ്ക്കിടയിലുള്ള കോണ് 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ആദ്യം 4 സെന്റിമീറ്റർ വരയ്ക്കാം. അതിന് BC എന്ന് പേര് കൊടുത്തു. ഇനി 90 ഡിഗ്രി വരയ്ക്കാം. ഞാൻ പ്രൊട്രാക്ടർ വെച്ചിട്ടാണ് എടുക്കുന്നത്. കോമ്പസ് വെച്ച് നമുക്ക് വരയ്ക്കാം. അത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ആ 90 ഡിഗ്രിയിൽ 5 സെന്റിമീറ്റർ. ഇപ്പൊ ഇതാണ് 90 ഡിഗ്രി. ഇനി 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. ആ പോയിന്റ് ആണ് എയും സിയും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ കിട്ടും. ഇനി ഏതെങ്കിലും 2 സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ലംബസമഭാജി വരയ്ക്കാനായിട്ട് പകുതി കൂടുതൽ എടുത്ത് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. 2 എൻഡ് പോയിന്റ്സിൽ കുത്തിയിട്ട് മുകളിലും താഴെ ആർക്ക് വരയ്ക്കുക. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് 5 സെന്റിമീറ്ററിന്റെ വരയ്ക്കാം. പകുതി കൂടുതൽ അളവെടുത്ത് ആർക്ക് വരയ്ക്കുക. മീറ്റ് ചെയ്ത പോയിന്റ് ഈ ഹൈപ്പോട്ടന്യൂസിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു വെർട്ടെക്സിലോട്ടുള്ള ദൂരം എടുക്കാം. എന്നിട്ട് സർക്കിൾ വരയ്ക്കുമ്പം ബാക്കിയുള്ള വെർട്ടെക്സിലോട്ടും കൂടെ ടച്ച് ചെയ്തേ ഉള്ളൂ സർക്കിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് സർക്കിൾ അഥവാ പരിവൃത്തം കിട്ടി. ഇവിടെ സെൻറ്റർ വന്നിരിക്കുന്ന സെൻറ്റർ ഈസ് ഓൺ ദ ഹൈപ്പോട്ടന്യൂസ്. കാരണം 90 ഡിഗ്രി ആണല്ലോ. അപ്പം 3 കേസ് മനസ്സിലായല്ലോ, ഡിഫറൻസ് മനസ്സിലായല്ലോ. ഒരു അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ന്യൂന ത്രികോണമാണെങ്കിൽ അതിൻ്റെ പരിവൃത്ത കേന്ദ്രം ത്രികോണത്തിന്റെ അകത്തായിരിക്കും. ഒരു ബൃഹത് ത്രികോണമാണെങ്കിൽ, അതായത് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ പരിവൃത്തത്തിന്റെ കേന്ദ്രം സർക്കിളിന്റെ സെന്റർ എവിടെയായിരിക്കും? പുറത്തായിരിക്കും, ട്രയാങ്കിളിന്റെ പുറത്തായിരിക്കും. മൂന്നാമത്തത് ഒരു റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണമാണെങ്കിൽ അതിന്റെ കർണത്തിന്റെ മധ്യബിന്ദു ആയിട്ട് വരും ഈ പരിവൃത്ത കേന്ദ്രം. ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആയിട്ട് വരും ഈ സർക്കിളിന്റെ സെന്റർ. 3 വരച്ച് പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്.